ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? മുള്ളിക്ക് പോണ റൂട്ടിലാട്ടോ. ഏകദേശം പകുതി വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ബോർഡ് കണ്ടായിരുന്നു മുള്ളിന്ന്. അപ്പോൾ അത് എടുക്കണം വിചാരിച്ചു. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുറേ അങ്ങോട്ട് പോന്നപ്പോൾ മുള്ളി എന്ന് പറഞ്ഞിട്ട് മുള്ളിക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങനെ ബോർഡ് കണ്ടപ്പോൾ നിർത്തിയതാണേ. ഇതുണ്ടോ മുള്ളി 1 കിലോമീറ്റർ. മുള്ളി എന്ന് പറഞ്ഞ എവിടെയാന്ന് മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് ഊട്ടിക്ക് പോണ റൂട്ടാണ് മുള്ളി എന്നുള്ളത്. പക്ഷെ മുള്ളി അവിടെ നമുക്ക് ആർക്കും തുറന്നൊന്നും തരില്ല കേട്ടോ. ഇപ്പം അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അത് അറ്റം വരെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഊട്ടിക്ക് കടക്കാൻ പറ്റില്ല. നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് വേറെ വഴിയുണ്ട് ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കുറച്ച് കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകേണ്ടതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഭയങ്കര കാട് പിടിച്ച സ്ഥലമാണ്. കണ്ടോ, ഫുൾ കാടിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കണതെന്ന് തന്നെ വേണം പറയാൻ. ഇത് കൂടി റോഡ് ഇട്ടതും കൊണ്ട് മാത്രമാണ് ഈ വഴി. അതായത് വരുന്ന വഴിയിൽ ആനപ്പിണ്ടങ്ങളൊക്കെ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. കാരണം ഇവിടെ വേറെ വണ്ടികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അല്ലറ ചില്ലറ ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി വന്നാലായി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ തിരിച്ചിട്ട് ബാക്ക് ഭാഗമൊക്കെ ആ കാടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അച്ചൂസ് എൻ്റെ കൂടെ ഉണ്ട്. അവൻ ഞാൻ വീഡിയോ എടുക്കണൊക്കെ നോക്കിയിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ വന്ന റോഡിൻ്റെ നടുക്ക് നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ ആരും വാഹനങ്ങളൊന്നും അങ്ങനെ വരാനില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. കൊടും കാടിൻ്റെ നടുവ് തന്നെ വേണം പറയാൻ കേട്ടോ. ഇതുണ്ടോ, പക്ഷികളുടെ സൗണ്ടും എൻ്റെ ഈ കണകുണാന്നുള്ള സൗണ്ടും മാത്രമാണ് ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത്. വല്ല ആനിപ്പോൾ വന്ന് എന്നെ തുമ്പിക്കൈ കൊണ്ട് ചുരുത്തി കാട്ടിക്കെറിഞ്ഞാൽ പിന്നെ എൻ്റെ പൊടി പോലും കാണുന്നുണ്ടാവില്ല. ഒരു ജീപ്പ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ജീപ്പിൻ്റെ ഒരു സൗണ്ട് കേൾക്കാട്ടോ. അതഞ്ഞ് വേറെ റോഡ് അപ്പുറത്ത് എങ്ങാണ്ട് ഉണ്ടോയെന്ന് അറിയില്ല. അത് കൂടി പോവാണോ ഒന്നും അറിയില്ല. പോവല്ല, ജീപ്പ് ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ പുറകിൽ കൂടി റോട്ടിൽ കൂടി ഇപ്പോൾ പോകും. വല്ല ഫോറസ്റ്റുകാരാണോ ഒന്നും അറിയില്ല കേട്ടോ. അല്ല, സാധാരണ വണ്ടിയാണ്. പോയി കേട്ടോ, പ്രൈവറ്റ് വണ്ടിയാണ്. ഇങ്ങനെ അല്ലറ ചില്ലറ വണ്ടി കണ്ടാലായി, അത്രയേ ഉള്ളൂ കേട്ടോ ഈ റോഡിൽ. അപ്പം എന്നാൽ നമുക്ക് നേരെ മുള്ളിയിലേക്ക് വിട്ടാലോ? പോവാം. അവിടുത്തെ കാടും ഇതേപോലെയൊക്കെ തന്നെ, എന്നാലും വെറുതെ നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ മുള്ളി അറ്റം എത്തുന്നത് കേട്ടോ. പക്ഷെ ഞാൻ എന്നോ അപ്പളെങ്ങാണ്ട് വന്നതാണ്. അതുകൊണ്ട് ഓർമ്മയില്ലാതെ ഞാൻ മുള്ളിക്ക് പോവാന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഇറങ്ങിയ ആ സ്ഥലം ഉണ്ടല്ലോ, പണ്ട് വന്നപ്പോൾ അവിടെയാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വിചാരം അത് കുറച്ചും കൂടി ദൂരം പോന്നിട്ട് അങ്ങനത്തെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട് എന്നായിരുന്നു. അല്ല, അവിടുന്ന് കുറച്ച് ദൂരം കണ്ട് പോന്നാൽ മുള്ളി ചെക്ക് പോസ്റ്റ് എത്തി. നമ്മുടെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തിട്ടോ. അപ്പോൾ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട്. കുറച്ച് അപ്പുറത്തൊരു പള്ളി, കുറച്ച് കടകൾ. പിന്നെ ക്യാമറ തിരിച്ചു പിടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അത് കണ്ടോ, ദൂരെ ആ കാണുന്നതാണ് ഞാൻ പള്ളി എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ട് കേട്ടോ. ഓരോ ഓട്ടോ നിർത്തിയിരിക്കുന്നത് കണ്ടോ. അവിടെ ഇങ്ങനെ ഒരു പലചരക്ക് കടയുണ്ട്. നമ്മുടെ അച്ചൂട്ടി റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അവൻ ഓടിക്കൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. എൻ്റെ വേഗം വന്നാൽ ഒരു വീഡിയോ കിട്ടുന്നു. എന്ത് വീഡിയോ ആണ് അച്ചോ? എന്താന്ന് പറ. പിന്നത് എങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്, എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ മാത്രം കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോവാ. ഇത് വീടാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് വീടാണോ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന്. പിന്നെ ഉണ്ടാ അതാ ഒരു ഓടൊക്കെ ഇട്ടിട്ട് അതെന്താണ്? അതൊരു ചർച്ചാണ്. ചർച്ച്. അതിൻ്റെയൊക്കെ വണ്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ബോർഡുണ്ട്. ഇതെന്താ? അട്ടപ്പാടി മില്ലറ്റ് ഗ്രാമത്തിലേക്ക് സ്വാഗതം. കോഴിയാണോ കാണിച്ചു തരാന്ന് പറഞ്ഞത്? ഏത് ഷീറ്റിൻ്റെ ഇടയിൽ? കേരള അതിർത്തി, അതാ കേരള ബോർഡർ. ഇവിടുന്ന് അപ്പുറം തമിഴ്നാടാണ്. ഇപ്പം
എന്താ കുറച്ച് കോഴിയും കുഞ്ഞുങ്ങളും ഇവിടെ നടക്കുന്നു. കുഞ്ഞുങ്ങൾ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, അടച്ചിട്ടിട്ടുണ്ട്. അതിൽ കുഞ്ഞു പൂച്ചക്കുട്ടി എടുക്കുന്നുണ്ട്. കുഞ്ഞു പൂച്ച അതാ. ആ പൂച്ചക്കുട്ടീനെയാണ് നമ്മുടെ അച്ചൂസ് കാണിച്ചു തരാന്ന് പറഞ്ഞ കാഴ്ച. അതിനാണ് എന്നെ അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് വന്നത്. നമ്മൾ കേരളത്തിൻ്റെ അതിർത്തിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ചങ്ങോട്ട് പോയ പുഴയും പാലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പായല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നതാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ബോർഡൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു രസം ഇത് കണ്ടോ, എലിഫൻറ്റ്സ് ക്രോസിംഗ് ഏരിയ, ഡ്രൈവ് സ്ലോലി, മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന്. എനിക്കിങ്ങനത്തെ ബോർഡൊക്കെ കാണുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എവിടെയാണോ ആന ചാടിക്കിടക്കുക അറിയില്ല കേട്ടോ. ഈ സൈഡ് ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇത് കവച്ച് വെച്ച് വരുന്നുണ്ടാവുമായിരിക്കും. ഒന്നും പൊളിഞ്ഞൊന്നും കാണാനില്ല. അപ്പം ഇനി എവിടെയാണ് ചാടി കിടക്കണമെന്ന് അറിയില്ല. അല്ല, അതിപ്പോൾ ഈ ഏരിയ തന്നെ ആവണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് നീണ്ട് കിടക്കുകയല്ലേ റോഡ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം. വഴികളൊന്നും നോക്കിയിട്ട് നമ്മളൊന്നും കണ്ടൊന്നുമില്ല കേട്ടാ. ആനേനെ കണ്ടില്ലെങ്കിൽ എന്താ, ആനപ്പിണ്ടം കണ്ടല്ലോ. ഇത് കണ്ടോ, ചാണകാണോ ആനപ്പിണ്ടാണോ എന്ന് ആദ്യം ഒരു കൺഫ്യൂഷൻ. പിന്നെ നോക്കുമ്പോൾ ആനപ്പിണ്ടം തന്നെ. അത് കുട്ടിയാനയുടെ എന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞു അപ്പി അപ്പുറത്തൊക്കെ ഉണ്ട്, അതൊക്കെ ഉണങ്ങിപ്പോയി. ഇത് കുറച്ച് ഫ്രഷാണ്. ഒരാഴ്ച പഴക്കം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എങ്ങനെ ആന വരാതിരിക്കും? അമ്മാര് കാടിൻ്റെ നടുക്കല്ലേ ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത്. ആനയുടെ മൂത്രം ഒഴിച്ച പാടും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാ ആന നിന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ പശു വരാൻ സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ. ഈ നേരം ആയതും കൊണ്ടായിരിക്കാം നമുക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റണത് കേട്ടോ. മലയൊക്കെ ഈ കുന്നൊക്കെ ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ട നെറ്റിട്ട് കെട്ടിയിട്ടുണ്ട്. എന്തായാലും മനുഷ്യന്മാരുടെ കഴിവ് അപാരം തന്നെ. കാട് കഴിഞ്ഞ് വന്നിട്ട് പോണ വഴിയത്തെ കാഴ്ചകളാട്ടോ ഈ കാണുന്നത്. ഫുൾ ഫെൻസിങ് ഇട്ടിരിക്കുകയാണ്. അങ്ങേപ്പുറം നിറയെ കൃഷി ആയതും കൊണ്ട് തന്നെ ഇതുണ്ടോ, അത് ആനയ്ക്കുള്ള ഫെൻസിങ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. വലിയ ഫെൻസിങ് ആണ്. ചുരുണ്ടിട്ടും അങ്ങനെ വളഞ്ഞിട്ടും നീളത്തിലൊക്കെയാണ് ഒരു ഫെൻസിങ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നെല്ലിമരമാണ് ആ കാണുന്നത്. ഇത് ഫുള്ള് നെല്ലിമരത്തിൻ്റെ ഒരു തോട്ടാട്ടോ, നെല്ലിക്കാ തോട്ടം. അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ കൃഷികളും ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും നമ്മൾ എടുത്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടുള്ള കൃഷിയാണ് കേട്ടോ, കോവൽ തോട്ടം. അതിനിട്ട ഫെൻസിങ് കണ്ടോ, എന്ത് ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഫുൾ കോവൽ തോട്ടം കേട്ടോ, വലിയൊരു തോട്ടം. ഒരു പക്ഷി അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. കാണാൻ തന്നെ അടിപൊളി സ്ഥലം. ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് ഹോം സ്റ്റേ ഒക്കെ ആക്കിയിട്ട് നമുക്ക് തന്നെ വന്നിരുന്നാൽ മതിയായിരുന്നു. രാത്രി ആനേനെ കാണാം, മഞ്ഞും കൊള്ളാം. കോവൽത്തോട്ടത്തിന്റെ നീളം കണ്ടില്ലേ, എത്ര ദൂരാണ് കഴിഞ്ഞു. അതാണ് നമ്മുടെ കോവൽത്തോട്ടം. നമ്മളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് തുവരക്കാണ്, തുവരത്തോട്ടം. മഞ്ഞ പൂക്കളായിട്ട് ഇതിൽ വ്യക്തമായി കാണണ്ടോന്ന് അറിയില്ല. ഞാൻ വണ്ടിയിൽ ഇരുന്നാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഇതുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി വാഴയും ഉണ്ട് കേട്ടോ, വാഴ. ഇതാണ് തുവരക്ക. നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, കായ പിടിക്കുന്നേ ഉള്ളൂ. പിന്നെ വാഴ കൃഷി.
ഫുള്ള് ഫെൻസിങ് ആണ്. ആനക്കുള്ള ഫെൻസിങ് തന്നെയാ കേട്ടോ അതൊക്കെ. ആന, പന്നി, കാട്ടുപോത്ത് എല്ലാം ഉണ്ടാവും. കാട്ടുപോത്ത് ഉണ്ടാവില്ല. എന്താ അവിടുത്തെ വീടൊക്കെ. ഒരുവിധം വളർച്ചത്തെ വാഴത്തോട്ടാണ് ഈ കാണുന്നത് കേട്ടോ. വാഴ കന്ന് തന്നെ വേണം പറയാൻ. കന്നല്ല, കന്നിന്ന് കുറച്ചും കൂടി വിട്ടിട്ടുണ്ട്. എന്ത് ഭംഗിയിലാണ് അറിയോ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത്. വന്ന് നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലത്തിന്റെ പേരാണ് ഇലച്ചി വഴി. നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പുതൂര്. മുള്ളി കാട്ടുന്ന അങ്ങനെ നമ്മള് സിറ്റിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റി ഒന്നും എത്തിയിട്ടില്ല, ഞാൻ അങ്ങനെ കോമഡിക്ക് പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പുതൂരെന്ന് പറഞ്ഞില്ലേ, കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ പുതൂരിൻ്റെ ഇപ്പുറം ഒരു ചാവടിയൂർ പാലം പറഞ്ഞിട്ടൊരു പാലമുണ്ട്. അതായത് ഭവാനിപ്പുഴയ്ക്ക് കുറുകെ കെട്ടിയൊരു പാലമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ആ പാലം കാണണ്ടേ നിങ്ങൾക്ക്? എന്താ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഭവാനിപ്പുഴ ചാവടിയൂർ പാലം എന്ന്. ഈ പാലത്തിൻ്റെ മുന്നേ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും അച്ചൂട്ടിയും കൂടി എപ്പോഴോ ഒരു വർഷം മുന്നേ ഈ പാലത്തിൽ കൂടി നടന്ന് വന്ന് ഞങ്ങൾ നമ്മുടെ വണ്ടിയും കൊണ്ടുവന്നു. എന്നിട്ട് ഈ പാലത്തിലൊക്കെ ഇങ്ങനെ നടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉരുളൻകല്ലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉരുളൻകല്ലുകൾ മാത്രമേ ഉള്ളൂ. പുഴയിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി. പശുക്കളൊക്കെ മേയുന്നുണ്ടോ? പശുവല്ല, അത് കാളയാണ്. കുഞ്ഞി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. പുഴയുടെ ഒരു സൈഡാണ് ഇത്. അപ്പം ഞാൻ അപ്പുറത്തെ സൈഡ് കാണണ്ടേ? ഇതേ നമ്മൾ അന്നൊക്കെ വണ്ടിയും കൊണ്ട് വന്നപ്പോൾ സമയത്തൊക്കെ നമ്മൾ ചൂണ്ടൊക്കെ കൊണ്ട് വന്നിരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ആ റോഡ് കണ്ടോ? ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ കൂടി, അറ്റത്ത് റൈറ്റ് സൈഡിൽ കൂടി പോയാൽ അത് ആ താഴെ കാണുന്ന ആ പാലം പോലത്തെ റോഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. വന്നിട്ട് അതുണ്ട് രണ്ടുപേരവിടെ ഇരിക്കുന്ന. നമ്മളവിടെയൊക്കെ കയറി കളിച്ചിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ ഇതിൻ്റെ തൂണുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതിലൊക്കെ ഇരുന്നിട്ട് മീനൊക്കെ പിടിക്കാൻ വേണ്ടി ചൂണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് കണ്ടോ ഉരുളൻകല്ലുകൾ, ഫുള്ളായിട്ട് ഉരുളൻകല്ല് കിടക്കുന്നുണ്ടോ. അത് പെറുക്കി കുറേ എണ്ണം വീട്ടിലൊക്കെ കൊണ്ടുവച്ചിരുന്നു. ഇപ്പൊക്കെ അതുണ്ടോയെന്ന് അറിയില്ല. ഈ ഭാഗത്ത് വെള്ളമുണ്ട് കണ്ടോ. വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു റോഡാണ് ഇത് കേട്ടോ. പണ്ടത്തെ കാലം പോലെ. പണ്ടൊക്കെ നമ്മുടെ മലപ്പുറത്ത് നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇത്ര തിരക്കുള്ള ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ നാട്ടിൻപുറം എന്ന് പറയണത്. അതായത് വലിയ ജനത്തിരക്കൊന്നും എവിടെയും കാണില്ല. പിന്നെയാണ് ജനസംഖ്യയൊക്കെ കൂടിയതും ഇങ്ങനെ തൊട്ട് വീടുകളൊക്കെ വന്നതും. അങ്ങനെ മറ്റത് ഒരു കൂട്ടർക്കൊക്കെ അവരുടെ വീട് അതിൻ്റെ ചുറ്റും കുറച്ച് സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇപ്പം അതുപോലെയുള്ള സ്ഥലം കാണാൻ പറ്റുന്നത് അട്ടപ്പാടി പോലെയുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിലാട്ടോ, അങ്ങനത്തെ പ്രദേശങ്ങളിലാണ്. നമ്മളിപ്പോൾ പോയി വന്നില്ല മുള്ളി, അങ്ങോട്ടുള്ള ബസ്സൊക്കെയാണ് കേട്ടോ ഇത്. ഉമ്മത്താമ്പാടി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മുള്ളി എത്തണ്ട. കുറച്ച് നേരത്തെ ഒരു ബസ് പോയിട്ടുണ്ടായിരുന്നു, അത് നേരെ മുള്ളിക്കായിരുന്നു കേട്ടോ, നമ്മൾ നേരത്തെ പോയ സ്ഥലം. അപ്പോൾ ഇനി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവിടെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോട്ടത്തറ എത്താൻ പറ്റും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ചൂസിൻ്റെ സൈക്കിൾ നേരെയാക്കാൻ കൊടുത്തിരുന്നു. അതും കൂടി ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. അതും കൂടി പോയി വാങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അച്ഛൻ പാലത്തിൻ്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. അവനിങ്ങനെ പുറത്തിറങ്ങുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ വന്ന് നിൽക്കില്ല. അപ്പം എന്നാൽ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.